ഇന്നേ അനിയത്തി പിള്ളേർക്കൊരു ഗെയിം അയച്ചു കൊടുത്തതാട്ടോ. പെട്ടെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ആശാനും കുട്ടികളും എന്ന് പറഞ്ഞിട്ടുള്ള കളി? ഓ എനിക്കറിയാം. ഒരു ഒരു വലിയ ആ ഒരു അതാ. നീ ആ ആ 10 എണ്ണം ചെറുതും. കുട്ടികളും. ഉം. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇടും. അതെ. ആശാന്റെ മേളിൽ ഒരു കുട്ടിയെങ്കിലും വേണം. ആ. അതിന്റെ ഇപ്പോഴത്തെ മോഡേൺ വേർഷൻ മിക്കാഡോ സ്റ്റിക്സ് എന്ന് വാ. പറഞ്ഞിട്ടാണ് അതിന്റെ അകത്ത് എഴുതിയിരുന്നത്. ഉം. ഡിഫറെന്റ് കളേഴ്സിൽ. ഇതിന് ഈ ലെങ്ത് ഡിഫറൻസ് ഇല്ല. ഓക്കെ. പക്ഷെ എല്ലാം ഒരേപോലെ തന്നെ. ഇതുപോലെ 20 എണ്ണം ഉണ്ട് സ്റ്റിക്സ്. ഇത് വെച്ചിട്ട് കളിക്കാൻ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിട്ടോ അത് കണ്ടപ്പോ. പണ്ടത്തെ കൊറേ കളികളുണ്ട് കേട്ടോ അതെ അങ്ങനത്തെ. അതെ അതെ. ഒക്കെ പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കണയാ. ഉം. ഞാനിപ്പോ നിനക്ക് അറിയോന്ന് അറിയില്ല, മഞ്ചാടിക്കുരു അറിയോ? ആ ആ ആ റെഡ് ആ കളറിന്റെ ആ മഞ്ചാടിക്കുരു. ഒരു എണ്ണ ഉണ്ട്, ആ 20 എന്തെങ്കിലും പിടിക്കുക, എല്ലാരും കൂടി അത് കയ്യിലെടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഇടുക. ആ ഇട്ട് കഴിയുമ്പോൾ മഞ്ചാടി ഇങ്ങനെ വിതറും, ആ ചെറുന്ന് ആ ഇറക്കും. അതിൽ ചില രണ്ടെണ്ണം അടുപ്പിച്ചടുപ്പിച്ച് വരൂടാ. ആ. അത് നമുക്ക് പോയിന്റ്സാ, നമുക്ക് എടുക്കാം. ഞാനും കളിച്ചിട്ടുണ്ട് ഇത്. ഉണ്ടാവും. ആ അതൊരു നല്ല ഗെയിമാ. ആ അതിന്റെ ഗെയിം കുറേ കൂടി ഉണ്ട്, പക്ഷെ ഇതൊരു ഫൺ ഗെയിമാ, വീട്ടിലുള്ള സാധനം കൊണ്ട് ആ കളിക്കുന്നത്. ആ. പിന്നെ നിങ്ങൾ കളിക്കുന്ന വേറെ ഗെയിം എന്താ? ഞാൻ കളിക്കുന്ന ആലോചിക്കാം. എന്തെന്നറിയോ, വേറൊരു ഗെയിം ഉള്ളത് കുത്തൂലി പാത്തൂലി വെച്ചൂലി എന്ന് പറഞ്ഞിട്ടാ. ഓ. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നെങ്കിൽ സേഫ്റ്റി പിൻ ആ. അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലൈഡോ ഓക്കെ. അങ്ങനെ എന്താണെങ്കിലും. ഓക്കെ. അത് നമ്മളുടെ ഗാർഡൻ ഏരിയയിൽ ഔട്ട്ഡോർ കളിക്കുന്ന ഒരു ഗെയിമാണ്. ഇൻഡോറും വേണമെങ്കിലും കളിക്കാം, പക്ഷെ നമുക്ക് കൂടുതൽ ഇത് ഉണ്ടാവില്ല. ഉം. വെളിയിൽ പോകുമ്പോൾ കുറെ മരങ്ങൾ ചെടികളും ഒക്കെ ഉണ്ടാവില്ലേ. കുത്തൂലി എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് സ്ലൈഡിന് ഒന്നെങ്കിൽ ഏതെങ്കിലും ഇലയിലോട്ട് കുത്തി വെച്ചേക്കുക, കയറ്റി വെച്ചിരിക്കുക. അതിനെയാണ് കുത്തൂലി പറയുന്നത്. പാത്തൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജസ്റ്റ് എന്തിനെങ്കിലും ഇങ്ങനെ മേളിലൊരു കുഞ്ഞു കവറിങ് പോലെ ഉണ്ടാവും, പക്ഷെ ഒരു കുറച്ച് സാധനം വെളിയിലേക്ക് കാണും അതിന്റെ. പിന്നെ വെച്ചൂലി എന്ന് പറഞ്ഞാൽ വെറുതെ എവിടെയെങ്കിലും വെച്ചിരിക്കുക. അതിനൊരു ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല, പക്ഷെ എവിടെയെങ്കിലും കോർണറിലായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കുത്തൂലി ആ. പാത്തൂലി വെച്ചൂലി ഏത് ഊലിയാണെങ്കിലും പറയും. എന്നിട്ട് ഈ കുട്ടികൾ ആരാണെങ്കിലും നടന്ന് അതിന്റെ അടുത്ത് വരുമ്പം ആരാണെന്നൊന്നും നോക്കത്തില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആ ചൂട് 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 ഒരാൾക്ക് ചൂടുണ്ട് എന്നൊക്കെ പറയും. അപ്പം എന്തെന്ന് പറയോ, എല്ലാരും ഗ്രൂപ്പ് ചെയ്ത് ആർക്കാ ചൂടെന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ 3 പേരാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കൂടെ ഒരാളുടെ അടുത്ത് പോകും. അപ്പത്തേക്കും ഞാൻ പറയാ ഇല്ല, തണുപ്പ് തണുപ്പ് തണുപ്പ്. അപ്പൊ മനസ്സിലായി, ഓക്കെ അവിടെയാണ് ചൂട്. ഞങ്ങൾക്ക് ഈ ഗെയിം ഉണ്ട്, പക്ഷെ ഈ പേരില്ലടാ. ഉം. ചൂടോ തണുപ്പോ എന്നാണ് ഓ എന്റെ ഓർമ്മയിൽ ഈ ഗെയിം. ആ പിന്നെ ഒളിപ്പിച്ച് വെക്കുന്ന സാധനം പിന്നല്ല, ആ പകരം ഓലല്ലേ, തെങ്ങിന്റെ ആ ഓല. ആ തെങ്ങിന്റെ ഓലേന്റെ ഈർക്കിലില്ലാത്ത ആ നീളത്തിലുള്ള സാധനം എടുത്തിട്ട് അതിനൊരു സ്പെഷ്യൽ വെയില് കെട്ടും. ഉം. കെട്ടിക്കഴിയുമ്പം അതൊരു ഡൈസ് പോലത്തെ ഒരു സാധനമായി മാറും. അപ്പം അത് ഇതേപോലെ ഒളിപ്പിച്ച് വെച്ചിട്ട് കുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ ചൂടോ തണുപ്പോ ബാക്കി നീ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു ഗെയിം ഞങ്ങൾ അത് വലുതായിരിക്കും, അത് അല്ല, കുഞ്ഞായിരിക്കോ? ഇത്രേ ഉണ്ടാവുള്ളൂ, ഓ ചെറുതാണ്. വളരെ ആ കുഞ്ഞത്. ആ ഓലേന്റെ ഒരു സൈഡ് മാത്രം ഊയി എടുത്തിട്ട് അതൊരു നാക്ക് ഉണ്ട്, അത് കെട്ടുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ കെട്ടിയ അത് നല്ലൊരു ടൈറ്റ് സാധനമായി കിടക്കും. എന്നിട്ട് അത് എപ്പോഴെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടാം, നിങ്ങൾ അതിലുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യും. പിന്നെ എട്ടുകളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏകദേശം എനിക്കൊന്ന് ഇപ്പോഴത്തെ ലൂഡോ മാതിരിയാ. അത് നമ്മൾ ഈ തെങ്ങിന്റെ ഇതില്ലേ, മടല് ഓ. മടല് കട്ട് ചെയ്തിട്ടാ എടുക്കുന്നത്. അപ്പം അതിന്റെ ഫ്ലാറ്റ് സർഫസ് ഇല്ലേ, സ്മൂത്ത് സർഫസ്, ആ. അതും ഉണ്ട്, അപ്പുറത്ത് ഫ്ലാറ്റ് സർഫസും ഉണ്ട്. ഓ. ആ ഫ്ലാറ്റിൽ വന്ന് 4 എണ്ണം കിടന്നു കഴിഞ്ഞാൽ 4, ഓ. അതിനെ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 8. ഓക്കെ. അങ്ങനെ പറഞ്ഞ് ഇതുപോലെ പോയി ബാക്കിയുള്ള ഓപ്പണൻസിനൊക്കെ കട്ട് ചെയ്ത് ഉള്ളിൽ ഹോമിലെത്തുകയാണ്. ഏകദേശം നമ്മുടെ ഒരു ലൂഡോ ടൈപ്പ്. ബോർഡ് എന്താ അപ്പം? വരയ്ക്കുക, ഓ, നമ്മൾ വരയ്ക്കുകയാണ്. ആ ഓ. ഓ. എന്നാ ഇതിന്റെ തന്നെ വേറൊരു കാര്യ, ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ ഓരോ ഞങ്ങളുടെ അവിടെ ഇതിന് പറയാ തായം എന്നാ, ചിലവർക്കൊക്കെ പറയാൻ പറ്റുന്നുണ്ടാവും. നീ പറഞ്ഞ പോലെ തായം നിലത്ത് വേണമെങ്കിൽ നിലത്ത് വരയ്ക്കുക. എന്റെ മമ്മിയൊക്കെ ഉള്ള സമയത്ത് അവർ കളിച്ച ഗെയിം അത് ഞങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മമ്മി എന്ത് ചെയ്തു, ഇതേ തായം ഒരു കാർഡ്ബോർഡിന്റെ അകത്ത് പേപ്പർ ഒട്ടിച്ചിട്ട് മമ്മി വരച്ചു ആ കോളംസ്. നീ ഇപ്പൊ നമ്മൾ ലൂഡോയില് വരയ്ക്കണില്ലേ, വരച്ചിട്ട് നമ്മൾ ഇടുന്ന സാധനം എന്താ അറിയോ, നിങ്ങൾ എന്താ ഇടുന്നത്? മടല്. മടലില് കട്ട് ചെയ്ത്. അതിന് പകരം നമ്മളെ എന്താ പറയാ, എരുന്ത് ഞങ്ങളെ സൈഡിൽ പറയും, കക്ക ഇറച്ചി എന്നൊക്കെ പറയില്ലേ ഒരു സ്ഥലത്തേക്ക്, വൈറ്റ് കളറിന്റെ ഷെൽ, മനസ്സിലായി. ആ സാധനം. അത് നമ്മള് 4 എണ്ണം എടുത്തിട്ട് ഇടും. 4 കമന്നാൽ 8 പോയിന്റ്സ്, 4 ഓപ്പൺ ആയ 4 പോയിന്റ്. ഇതും അതുപോലെ തന്നെ മടലിന്റെ കുഞ്ഞു കുഞ്ഞു പീസസ് ആന്നേ ഉള്ളൂ. ഏകദേശം ഇത്ര ഉണ്ടാവും കേട്ടോ. അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇടും, പല പല രീതിയിൽ ഇടും, എങ്ങനെയൊക്കെ 8 കിട്ടാൻ വേണ്ടി. അതാണല്ലോ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടുക. ഇതിന്റെ തന്നെ ഹസ്ബൻഡ് പറഞ്ഞു കേട്ട പാലക്കാട് സ്റ്റൈലില് വേറെ ഗെയിമാ. എങ്ങനെയാ അറിയോ, പുളി ഇല്ലേ, നമ്മുടെ പുളി ടാമറിൻ, അതിന്റെ കുരു 4 കുരു എടുക്കും.
അത് ഫുള്ളി ബ്ലാക്ക് അല്ലേ, അതിന് നന്നായിട്ട് റബ്ബ് ചെയ്യുമ്പം അതിന്റെ പുറത്തെ ഷെല്ല് പോയിട്ട് ഒരു സൈഡ് വൈറ്റ് ആവും, ഓ മറ്റേ സൈഡ് ബ്ലാക്ക് ആവും. അപ്പൊ 2 സൈഡായില്ലേ. എന്നിട്ട് അതിനെ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതേപോലെ എറിയും. ഇവർ പക്ഷെ ബോർഡിലല്ല കളിക്കുന്നത് കേട്ടോ. ആ. അവരിത് എറിഞ്ഞിട്ട് എല്ലാം ഓപ്പൺ ആയാൽ ഒരു പോയിന്റ്, എല്ലാം കമ്മുന്ന വേറെ പോയിന്റ്. പിന്നെ നമ്മൾ അതിനെ തട്ടി ജോയിൻ ചെയ്തിട്ട് എടുക്കണം. അപ്പൊ മാക്സിമം 8 പോയിന്റ്സ് ഒക്കെ വീട്ടിലുള്ള സാധനങ്ങള് ഉം. പുറത്തത്തെ ഒരു റിസോഴ്സും ഇല്ലാതെ കളിക്കുന്ന ഒരു കളിക്കാൻ. ഗെയിംസിൽ പക്ഷെ ഒന്നായിരുന്നു. ഇതിനിങ്ങനെ കോയിൻസ് ഉള്ളിലോട്ട് പോവാ ലൂഡോ മാതിരിയാണോ? അല്ലേ, അതിന് ബോർഡേ ഇല്ലടാ. ഇല്ല. ആ. ഏതൊരു ഫ്ലാറ്റ് സർഫസിലേക്കും നമുക്ക് ആ പുളിങ്കുരുവിനെ എറിയാം. അറിയാം. എറിഞ്ഞിട്ട് കളിക്കും. ഇത് ഞാൻ ആദ്യം പഠിച്ചത് വളരെ ലേറ്റ് ആയിട്ടാ. പക്ഷെ പാലക്കാട് സൈഡിലൊക്കെ അവർ കളിച്ചു. അതിന്റെ പേര് മുക്കോവി. ഓ മുക്കോവി. അങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എനിക്ക് ഞാൻ തോന്നുന്നു. ഇതിന്റെ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ആ, പക്ഷെ ആ. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനത്തെ ഗെയിംസ് ഒക്കെ, ടൈം പാസ്. അതെ. പിന്നെ ഒരെണ്ണം ഉള്ളത് എന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഹോപ്പ് സ്കോച്ച് ഇല്ലേ? അതെ. അതിന് പകരം എനിക്കറിയില്ല, നോർത്ത് ഇന്ത്യൻ, ഞങ്ങള് കട്ടറിബാഗില് ഉം, എറണാകുളത്തായിരുന്നപ്പം ഉം. നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു ഞങ്ങളുടെ നെയ്ബേഴ്സ് ഒക്കെ. അപ്പൊ അവര് ഞങ്ങളെ പഠിപ്പിച്ചത് ടിപ്പരി എന്നാണ് അവര് പറഞ്ഞത്. അതിനെന്താ മലയാളത്തിൽ പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് എനിക്കും തോന്നുന്നു അറിയില്ല. ഇതൊരു ഹിന്ദി വേർഡാ ഉം, തോന്നുന്നു. ഉം, ഉം. മലയാളത്തിൽ ആർക്കെങ്കിലും അറിയാണെങ്കിൽ പറയൂട്ടോ, ഹോപ്പ് സ്കോച്ചിന്റെ മലയാളം പേര്. അപ്പം അത് കളിക്കുമായിരുന്നു. അത് ഫുൾ ടൈം അതും കൊണ്ടായിരുന്നു കളി. അതിന് മാർബിൾ, സാധാരണ കല്ലല്ല കേട്ടോ, കല്ല് വെക്കുന്നവർക്ക് വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. എന്നിട്ട് എവിടുന്നെങ്കിലും ഒരു നല്ല മാർബിൾ കഷ്ണം കിട്ടിയാൽ അതാണ് ടിപ്പരിയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതായത് ആ ഷൈനിങ് പാർട്ടില് അങ്ങോട്ട് കാണുമ്പോൾ, അന്ന് മാർബിൾ ഇത്ര കോമൺ അല്ലല്ലോ. അതെ, അതെ. അവിടെ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ സൈറ്റിൽ നിന്നൊക്കെ ഏതെങ്കിലും അങ്കിൾമാരുടെ അടുത്തൊക്കെ പറഞ്ഞ് സോപ്പിട്ടിട്ടൊക്കെ കിട്ടുക. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര, ഇത് മോഷ്ടിച്ചിട്ട് പോവും. പുള്ളിന്ന് എന്റെ ഒരു ടിപ്പറിൽ ഒരു കുട്ടി മോഷ്ടിച്ചു. അപ്പം ഇതെന്താന്ന് പറയുക, ഇത് നമ്മൾ ഈ നിധി കാക്കുന്ന പോലെയാണ് സൂക്ഷിച്ചത്. മാത്രമേ അതിലൊരു ലക്കി ചാം എന്ന് പറഞ്ഞ ലക്കി സാധനം ഉണ്ട്. ഞങ്ങൾക്ക് അതിന് പേരൊന്നുമില്ല, എനിക്കറിയില്ല എന്ത് പേരാ പറഞ്ഞത്. പക്ഷെ ഇത് എപ്പോഴും വൈകുന്നേരം കളിക്കുന്ന ഒരു ഗെയിം ആയിരുന്നു. അപ്പം ചിലത് ലക്കി ആണെങ്കിൽ ഈ നമ്മള് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വെച്ച്, കാലിൽ വെച്ച്, തലയിൽ വെച്ചിട്ട് അങ്ങനെ കളിക്കോ നിങ്ങൾ? ഇല്ല ഇല്ല ഇല്ല. ആ, ഇതിന്റെ അത്ര ഫസ്റ്റ് സ്റ്റേജ് വരെ 8 വരെ ആ പോണം. ആ പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഉണ്ട് ഞങ്ങൾക്ക്. ഓ അതായത് കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ആ കൈന്റെ ഇവിടെ നിന്റെ ആ ടിപ്പിരി ആ ആ കല്ല് ഇവിടെ വെക്കും. ആ. എന്നിട്ട് നമ്മൾ അത് ഫുൾ മൂവ് ചെയ്ത് വരണം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ കൈ ഓപ്പൺ ചെയ്തിട്ട് വെച്ചിട്ട് ഇവിടെ. തേർഡ് ലെവൽ തലയിൽ വെച്ചിട്ട്. അപ്പം അതിന്റെ അഡ്വാൻസ് സ്റ്റേജ് സ്വന്തം കുട്ടികൾ ഡിസ്കവർ ചെയ്ത് എനിക്ക് തോന്നുന്നു ആ കാലത്തൊന്നും ആരും അവിടെ 8 വരെ എത്താൻ തന്നെ ബുദ്ധിമുട്ട്, അതുകൊണ്ട് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തിട്ടില്ല തോന്നുന്നു. ഹോപ്പ് സ്കോച്ചിന്റെ പഴയ വേർഷൻ ആണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെയും വേറെ കുറെ ഗെയിംസ് ഉണ്ട്. പിന്നെ ഈ നമ്മളിപ്പോ ഹൈഡ് ആൻഡ് സീക്ക് ഇല്ലേ, അത് നമ്മൾ അതെ, സാറ്റ് സാറ്റ് കളിക്കും. അത് കളിക്കുമ്പം സ്ഥലം ഇഷ്ടം പോലെ. പിന്നെ കോമ്പൗണ്ടിൽ തന്നെ വല്യമ്മ ചെറിയമ്മമാരുടെ ആയിട്ട് വീടുകളും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കളിക്കുമ്പോഴും ഭയങ്കര രസമായിരുന്നു. കണ്ടുപിടിക്കാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാ. മാത്രമല്ല ഈ സെർച്ച് ചെയ്യാൻ പോണ ആളില്ലേ, കള്ളൻ എന്ന് പറയുന്ന ആള്, അയാൾ ഇതിലെ അവര് മറ്റേ വഴി വന്ന് സാറ്റ് അടിക്കും. അത് തന്നെ ഞങ്ങൾ ഇത് കളിച്ചിരുന്ന KV, ഞങ്ങള് പഠിച്ച സ്കൂളിന്റെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഗ്രൗണ്ട് ഓപ്പൺ ആയിരുന്നു. Okay. വൈകുന്നേരം കുട്ടികൾക്ക് പോകാം, സൈക്കിൾ ചെയ്യാം, എല്ലാം ചെയ്യാം. അവിടെ ഒരു വലിയ ഗ്രൗണ്ടും കുറെ മരങ്ങളും ഉണ്ട്. അപ്പം അവിടെയായിരുന്നു ഞങ്ങൾ സാറ്റ് കളിച്ചോണ്ടിരുന്നത്. വൈകുന്നേരം ആകുമ്പോ എന്ത് പരീക്ഷയുണ്ടോ ഇല്ലയോ, ഒരു 5:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാൻ പോവുക തന്നെ. പിന്നത്തെ ഒരു ഗെയിമാണ് ഇപ്പോഴും ഉണ്ട് തോന്നുന്നു, അത് ലണ്ടൻ സ്റ്റാച്യു. അത് നല്ല രസമാണ്. കാരണം കുറെ നേരം ഓടി കളിച്ചു കഴിഞ്ഞാൽ പിന്നെ വലിയവരൊക്കെ പറയും മതി ഓടി കളിച്ചത്, ഇനി കുറച്ചു നേരം അധികം ഓട്ടം ചാട്ടവും ഇല്ലാതെ കളിക്കൂന്ന്. അങ്ങനെ ആദ്യം സ്റ്റാർട്ടിങ് ഭയങ്കര ഫിസിക്കലി ഓടിച്ചാടി, പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഈ ലണ്ടൻ സ്റ്റാച്യു എത്തുന്നത്. അതാകുമ്പോൾ നിന്നിട്ടുള്ള കളിയും പിന്നെ ചിരിപ്പിക്കലൊക്കെ ഉള്ളൂ. തേർഡ് ലെവലും കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് പോരാൻ തോന്നുമ്പോഴാണ് വലിയവരും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നീ പറഞ്ഞ ചൂടും തണുപ്പും ലെവലിലേക്ക് നമ്മൾ എത്തുന്നത്. വൈകുന്നേരം സന്ധ്യക്കായി എല്ലാരും വീട്ടിൽ കയറി കഴിയുമ്പോഴേക്കും TV പ്രോഗ്രാംസും കുറവാണ്. ഇല്ലല്ലോ. വളരെ കുറച്ച്, എനിക്ക് അതെ, 5:30 to 8 അങ്ങനെ അതെ. കുറച്ച് ടൈമേ ടിവിയിൽ എന്തോ ഒരു ഇതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കളികള് ലൂഡോ പോലത്തെ ഈ തായം ഇങ്ങനത്തെ കളിയാകുമ്പോ എല്ലാരും ഇരുന്ന് കൊറേ നേരം കിടക്കണവരേ ഇങ്ങനത്തെ കളികള്. പിന്നെ ഇതുപോലെ സ്കൂളിലുണ്ടായിരുന്നു കേട്ടോ, എല്ലാരും കൂടെ വട്ടത്തിൽ നിൽക്കും. എന്നിട്ട് ABCDEFG അങ്ങനെ എത്ര കുട്ടികളുണ്ടോ ഓരോരുത്തർക്കും ഓരോരോ ആൽഫബറ്റ്സ് കൊടുക്കും. എന്നിട്ട് എങ്ങനെയാണെന്നറിയോ, പ്രിൻസസ് ഇൻ ദ പാലസ് ലോസ്റ്റ് ഹെർ ഷൂസ്, സം സേസ് ദിസ് ആൻഡ് സം സേസ് ദാറ്റ്, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് മിസ്റ്റർ ബി സർ എന്ന് പറയുമ്പോഴത്തേക്കിനും ആരാണോ ബി അയാൾ യെസ് സർ എന്ന് പറയണം, അല്ലെങ്കിൽ ഡി ഏത് ആൽഫബറ്റിന് ഇടയെന്ന് കയറി വിളിക്കാം കേട്ടോ. അപ്പൊ ഇ സർ എന്ന് പറഞ്ഞാൽ ഈ അപ്പം ഏതെങ്കിലുമൊക്കെ ലോകത്തായിരിക്കും, അപ്പൊ ഉടനെ ഈ ഔട്ടാവും. പിന്നെയും ഈ ആൽഫബറ്റ് ചേഞ്ച് ചെയ്യും. ഇതായിരുന്നു സ്കൂളിലെ രാവിലെ അസംബ്ലിക്ക് മുമ്പേ ഉള്ള ഒരു കളിയായിരുന്നു.
നല്ല രസമുള്ള അതെ. അങ്ങനെ കൊറേ നമ്മളുടെ പഴയ കാലത്തെ കൊറേ ഗെയിംസും ഒക്കെ കൂടെ പറഞ്ഞപ്പത്തേക്കിനും ഭയങ്കര നൊസ്റ്റാൾജിയായി. ആ ഒരു ചൈൽഡ്‌ഹുഡ് ഏജിലേക്കൊക്കെ എങ്ങനെയൊക്കെയോ ഓടി ചെന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ എല്ലാം കഴിഞ്ഞു. വൈകുന്നേരത്തെ കളികൾ മുഴുവൻ കഴിഞ്ഞു. സന്ധ്യയായി. സന്ധ്യ കഴിഞ്ഞ് രാത്രിത്തെ കളിയും കഴിഞ്ഞാ ഇനിയും ആർക്കും ഉറങ്ങാനായിട്ടില്ല. പ്രത്യേകിച്ച് എല്ലാ കസിൻസും കൂടി വന്നു കഴിഞ്ഞ്. പിന്നെ ഇരുന്ന് കഥ പറയാ. ആ. വായിച്ച കഥ, കണ്ട മൂവി. ഇത് ഗോസ്റ്റ് സ്റ്റോറീസ് തന്നെ ആയിരിക്കും ട്ടോ. ഗോസ്റ്റ് സ്റ്റോറീസ് ഇപ്പൊ റീസെന്റ്ലി കണ്ട മൂവി, ആ പറഞ്ഞ കഥ, ഈ പറഞ്ഞ കഥ പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങി പോണ ആ. ദിവസങ്ങളായിരുന്നു പണ്ട്. ഭയങ്കര രസായിരുന്നു. അതെ. രാവിലെ എണീച്ചാ വീണ്ടും അടുത്ത കളി. അതെ. വെക്കേഷൻ ടൈമൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയാ മെമ്മറീസിലുള്ളൊരു ടൈമാ. അതെ. ഫുൾ ഓഫ് ഗെയിംസ്. കാണിക്കാത്ത കൊനഷ്ടൊന്നും ഇല്ല. അച്ചാറ്, മാങ്ങയൊക്കെ മോഷ്ടിക്കുക, പൊട്ടിക്കുക, കടിക്കുക. ഇതൊന്നും ഗെയിംസ് അല്ലെങ്കിലും ഇതൊക്കെ ചെയ്തിരുന്നതാണ്. അതെ. കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ കിച്ചണിന്ന് അതെ. എടുത്തിട്ട് കൊണ്ടുപോകും. അതും മോഷണമാ. അതെ. എന്താന്നറിയോ? വീട്ടില് കണ്ടു കഴിഞ്ഞാ വഴക്ക് പറയേ. അപ്പൊ ഓരോരുത്തർക്കാ ഡ്യൂട്ടി. മുളക് ഒരാൾക്ക്, ഉപ്പ് ഒരാൾക്ക്, വെളിച്ചെണ്ണ വേറെ ഒരാൾക്ക്, കത്തി വേറെ ഒരാൾക്ക്. ഒക്കെ കൂടി കഴിക്കുക. ആലോചിക്കുമ്പോ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വളരെയധികം എൻജോയ് ചെയ്ത ഒരു ഫേസ് ആണ് അതെ. നമ്മുടെ കുട്ടിക്കാലം. ലൈഫില്. അതെ. എല്ലാവർക്കും ഉണ്ടാവില്ലേ അങ്ങനത്തെ ഭയങ്കര നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ്. ഈ സമയം കിട്ടുമ്പോ അതെ. ഞങ്ങള് പറയാത്ത എന്തെങ്കിലും ഗെയിംസ് ഉണ്ടെങ്കിൽ നിങ്ങള് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയുടെ താഴെ. അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെയും പഠിപ്പിച്ചു കൊടുക്കാലോ. അതെ എല്ലാം കണ്ടിട്ട് നമുക്ക് പഴയതൊക്കെ ആലോചിച്ച് സന്തോഷിക്കുക. അതും നമ്മുടെ ബ്ലെസ്സിങ്സിൽ ഒന്നല്ലേ. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് എക്കോസ് ഓഫ് ഹെർ വിത്ത് രേനോ.